കാസർഗോഡ് ജില്ലാ കോടതിയിൽ ബോംബ് ഭീഷണി ഇമെയിൽ വഴിയാണ് സന്ദേശം വന്നത്. ഇന്ന് പുലർച്ചെ 3:22-നാണ് സന്ദേശം എത്തിയത്. വിദ്യാനഗറിലുള്ള കോടതിയിൽ പോലീസും ബോംബ് ഡോഗ് സ്ക്വാഡുകളും പരിശോധന നടത്തുകയാണ്. വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുകയാണ്. സിജു, കഴിഞ്ഞ ആഴ്ചകളിലുമൊക്കെ നിരവധി കോടതികൾക്ക് നേരെ ഇത്തരത്തിലുള്ള ഇമെയിൽ ഭീഷണി വന്നിട്ടുണ്ട്. പിന്നീട് അതെല്ലാം ഫേക്കായിരുന്നു മനസ്സിലാക്കുകയും ചെയ്തു. എന്താണ് ഇപ്പോൾ പോലീസിന്റെ പരിശോധനയിൽ നിന്ന് വ്യക്തമായ കാര്യങ്ങൾ? സിജു, കാസർഗോഡ് ജില്ലാ കോടതിയിലാണ് ബോംബ് ഭീഷണി എത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിലുള്ള കോടതികളിൽ സമാനമായ രീതിയിൽ ബോംബ് ഭീഷണി എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കാസർഗോഡ് ജില്ലാ കോടതിയിൽ ഇപ്പോൾ കോടതി നടപടികൾ നിർത്തിവെച്ചുള്ള പരിശോധനകൾ നടത്തുകയാണ്. മുഴുവൻ ജീവനക്കാരെയും പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും ഇവിടെ പരിശോധന നടത്തി വരികയാണ്. ഇന്ന് പുലർച്ചെ 3:20-നാണ് സന്ദേശം എത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. വിദ്യാനഗറിലുള്ള കോടതിയിൽ ബോംബ് സ്ഫോടനം നടക്കും. ഇവിടെ RDX ബോംബുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. രണ്ടുപേരെ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി അവിടെ എത്തി. അതിനുശേഷം 1:15 സ്ഫോടനം നടക്കും. അതിനു മുമ്പ് ജഡ്ജ് ഉൾപ്പെടെയുള്ള ആളുകളെ അവിടെ നിന്ന് മാറ്റുന്നതാണ് നല്ലത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. തമിഴ് ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന സംഘടനയുടെ പേരിലാണ് ഇത്തരത്തിലൊരു ഭീഷണി വന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധനകൾ ഇപ്പോൾ നടത്തി വരികയാണ്. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ബോംബ് ഭീഷണി വന്നത് എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ വിശദമായ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിക്രം രാജഗുരു @outlook.com എന്ന മെയിൽ ഐഡിയിൽ നിന്നാണ് ഇങ്ങനെ സന്ദേശം കോടതിയുടെ മെയിലിലേക്ക് സന്ദേശങ്ങൾ എത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. തമിഴ് ലിബറേഷൻ ഓർഗനൈസേഷൻ TLO എന്ന സംഘടനയുടെ പേരാണ് പറയുന്നത്. മുഹമ്മദ് അൻസു, വിക്രം എന്നിവർ ചേർന്നാണ് മെയിൽ അയച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. നിരവധി പീഡനങ്ങൾ ആ സംഘടനയുടെ പ്രവർത്തകർക്ക് തമിഴ്നാട്ടിൽ ഉൾപ്പെടെ നേരിടേണ്ടി വരുന്നു. ഇതല്ലാതെ മറ്റു മാർഗമില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഈ മെയിലിൽ പറയുന്നത്. അതുകൊണ്ടാണ് ബോംബ് സ്ഫോടനം നടത്തി പ്രതിഷേധിക്കുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഏതായാലും ഇതിന്റെ ആധികാരികത പോലീസ് ഒരു വശത്ത് പരിശോധിക്കുന്നു. അതോടൊപ്പം തന്നെ ഭീഷണിയുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധനകൾ ഇപ്പോൾ കോടതി സമുച്ചയത്തിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോടതി നടപടികൾ പൂർണ്ണമായും നിർത്തിവെച്ചിട്ടുണ്ട്. ശരി, സിജു കണ്ണനാണ് കാസർഗോഡ് നിന്നുള്ള ബോംബ് ഭീഷണിയെ കുറിച്ചുള്ള വിവരങ്ങൾ. സമാനമായി തന്നെ ഇടുക്കി ജില്ലാ കോടതിയിലും ബോംബ് ഭീഷണി ഉണ്ടായെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഭീഷണി എത്തിയത് ഇമെയിൽ വഴി തന്നെയാണ്. കോടതി നടപടികൾ മുടങ്ങി കോടതിയിൽ പോലീസ് പരിശോധന നടത്തുകയാണ്. ഇപ്പോൾ അഖിൽ ചേരുന്നുണ്ട് ഇടുക്കിയിലെ വിവരങ്ങളും. അഖിൽ, ഏതായാലും ഇപ്പോൾ കാസർഗോട്ടെ വാർത്ത നമ്മൾ കേട്ടതാണ്. അതൊരു തമിഴ് ലിബറേഷന്റെ പേരിലാണ്. ഈ ഇടുക്കിയിലെ ഭീഷണിയും ആരുടെ പേരിലാണ് വന്നിട്ടുള്ളത്? പോലീസിന്റെ പരിശോധന ഏത് തരത്തിലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? കോടതി നടപടികൾ പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ടല്ലേ? സിജു, തീർച്ചയായും സമാനമായ മെയിൽ ഐഡിയിൽ നിന്നാണ് ഇടുക്കി ജില്ലാ കോടതിയിലേക്കും ബോംബ് ഭീഷണി എത്തിയിട്ടുള്ളത്. മുട്ടത്തുള്ള ഇടുക്കി ജില്ലാ കോടതിയിലേക്കാണ് ബോംബ് ഭീഷണി എത്തിയത്. രാവിലെ 3 മണിയോടുകൂടിയായിരുന്നു സമാനമായ രീതിയിൽ ഇടുക്കി മുട്ടത്തുള്ള ജില്ലാ കോടതിയിലേക്കും ബോംബ് ഭീഷണി എത്തിയത്. ബോംബ് ഭീഷണി എത്തിയതിന്റെ ഭാഗമായി കോടതി നടപടികൾ രാവിലെ മുതൽ നിർത്തിവെച്ചിരിക്കുകയാണ്. കോടതിയിൽ പോലീസും ബോംബ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തുന്നുണ്ട്. എന്നാൽ കാര്യമായി ഭീതി വരുത്തുന്ന ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല. എന്നിരുന്നാൽ തന്നെ വിശദമായ പരിശോധനയ്ക്കായി കോടതി നടപടികൾ പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുകയാണ്. വിശദമായ പരിശോധന പോലീസിന്റെയും ബോംബ് സ്ക്വാഡിന്റെയും പരിശോധന പൂർണ്ണമായി അവസാനിച്ചതിന് ശേഷം മാത്രമേ കോടതി നടപടികൾ പുനരാരംഭിക്കുകയുള്ളൂ. അത്തരത്തിൽ ഇതേ രീതിയിൽ തന്നെ സമാനമായി ഈ കാസർഗോഡ് വന്ന അതേ രീതിയിൽ തന്നെ 3:22-നാണ് കാസർഗോഡ് ജില്ലാ കോടതിയിലേക്ക് ഈ മെയിൽ എത്തിയത്. അതേ സമയത്ത് തന്നെയാണ് ഇടുക്കിയിലും മെയിൽ എത്തിയത്. 3:18 സമയത്താണ് നമുക്ക് ലഭിക്കുന്ന മെയിലിന്റെ ഡീറ്റെയിൽസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 3:18-നാണ്, അതായത് 3:22-ലല്ല 3:18 സമാനമായി 4 മിനിറ്റിന്റെ വ്യത്യാസത്തിൽ 3:18-ലാണ് മുട്ടം കോടതിയിൽ ബോംബ് ഭീഷണി എന്ന രീതിയിലുള്ള മെയിൽ വരുന്നത്. ശരി, അഖിലാണ് ഇടുക്കിയിൽ നിന്നുള്ള ബോംബ് ഭീഷണിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത്. കാസർഗോഡ് ജില്ലാ കോടതിയിലും ഇടുക്കി ജില്ലാ കോടതിയിലും ഇമെയിൽ വഴി ബോംബ് ഭീഷണി തമിഴ് ലിബറേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ പേരിലാണ് പുലർച്ചെ 3:18-നും 3:22-നും ഇടുക്കിയിലും അതോടൊപ്പം തന്നെ 3:22-ന് കാസർഗോട്ടെയും ജില്ലാ കോടതികളിലേക്ക് ഇമെയിൽ ഭീഷണി ലഭിച്ചത്. പോലീസും ഡോഗ് സ്ക്വാഡും അടക്കം ഇപ്പോൾ പരിശോധന നടത്തുന്ന വിവരങ്ങളാണ് കാസർഗോഡ് നിന്ന് സിജു കണ്ണനും ഇടുക്കിയിൽ നിന്ന് അഖിലും പങ്കുവച്ചത്.